സെപ്റ്റംബർ 2010-ൽ CIA-യുടെ 2 ഏജന്റുമാർ അൽ കുവൈത്തി എന്നയാളെ പിന്തുടർന്ന് ഇസ്ലാമാബാദിൽ നിന്ന് അകലെ എബട്ടാബാദിലെ ഒരു മലമ്പ്രദേശത്തുള്ള ഗ്രാമത്തിലെത്തി. ഒരുപക്ഷേ കഴിഞ്ഞ 10 വർഷമായി തുടരുന്ന അവരുടെ പരാജയപ്പെട്ട അന്വേഷണം ഒരു പുതിയ വഴിത്തിരിവിലെത്താൻ പോകുകയായിരുന്നു. അൽ കുവൈത്തി പെട്ടെന്ന് ഒരു വലിയ വീടിന്റെ പ്രധാന ഗേറ്റിന് മുന്നിൽ നിന്നു. ഗേറ്റ് തുറന്നു. അയാൾ വീടിനുള്ളിലേക്ക് കടന്നു. ഈ വീട് കണ്ട് CIA ഏജന്റുമാർ അമ്പരന്നുപോയി. കാരണം ഈ വീട് ചുറ്റുമുള്ള വീടുകളേക്കാൾ ഏകദേശം 8 ഇരട്ടി വലുതായിരുന്നു. വീടിനു ചുറ്റും 18 അടി ഉയരമുള്ള മതിലുണ്ടായിരുന്നു. അതിൽ കൂർത്ത കമ്പിവേലിയും സ്ഥാപിച്ചിരുന്നു. ഏറ്റവും വിചിത്രമായ കാര്യം 3-ാം നിലയിലെ ബാൽക്കണി 7 അടി ഉയരമുള്ള മതിലുകൊണ്ട് മറച്ചിരുന്നു എന്നതാണ്. ഈ ക്രമീകരണങ്ങൾ ആരെങ്കിലും പ്രധാനപ്പെട്ട ഒരാളെ സംരക്ഷിക്കാൻ വേണ്ടിയുള്ളതാവാമെന്ന് ഏജന്റുമാർക്ക് തോന്നി. അതുകൊണ്ട് അവർ കുറച്ചു ദിവസത്തേക്ക് ഈ വീടിന്മേൽ നിരീക്ഷണം തുടർന്നു. വരും ദിവസങ്ങളിൽ വീട്ടിൽ ടെലിഫോൺ അല്ലെങ്കിൽ ഇന്റർനെറ്റ് സേവനങ്ങളില്ലെന്നും വീട്ടിലുള്ളവർ മാലിന്യം പുറത്തു കളയുന്നതിനു പകരം അകത്തുവെച്ച് തന്നെ കത്തിച്ചു കളയുന്നുവെന്നും അവർ മനസ്സിലാക്കി. അൽ കുവൈത്തിയെ കൂടാതെ മറ്റാരും അകത്തേക്ക് പോകുകയോ പുറത്തേക്ക് വരികയോ ചെയ്യുന്നില്ലായിരുന്നു. എന്നാൽ ചിലപ്പോഴൊക്കെ നീളൻ താടിയുള്ള ഒരാൾ വീടിനുള്ളിൽ വേഗത്തിൽ നടക്കുന്നത് കാണാമായിരുന്നു. വളരെയധികം നിരീക്ഷണങ്ങൾക്കും കണക്കുകൂട്ടലുകൾക്കും ശേഷം ഏജന്റുമാർ CIA ആസ്ഥാനത്തേക്ക് ഒരു റിപ്പോർട്ട് അയച്ചു. അതിൽ ഇങ്ങനെ എഴുതിയിരുന്നു: ഞങ്ങൾ ലാദനെ കണ്ടെത്തി. എബട്ടാബാദിൽ നിന്ന് ലഭിച്ച റിപ്പോർട്ട് വായിച്ചയുടൻ അന്നത്തെ CIA മേധാവി ഓടി അമേരിക്കൻ പ്രസിഡന്റ് ഒബാമയുടെ അടുത്തെത്തി. എല്ലാ റിപ്പോർട്ടുകളും കേട്ട ശേഷം ഒബാമയ്ക്ക് ആവേശം വർദ്ധിച്ചു. അദ്ദേഹം CIA മേധാവിയോട് ഒരു ചോദ്യം മാത്രം ചോദിച്ചു: ലാദനെ വധിക്കാൻ നമുക്ക് മുന്നിലുള്ള വഴികൾ എന്തൊക്കെയാണ്? അതിനു മറുപടിയായി CIA മേധാവി 2 വഴികൾ പറഞ്ഞു. 1 എയർ സ്ട്രൈക്ക്, 2 കമാൻഡോ റെയ്ഡ്. ഒബാമ അപ്പോൾ ഒന്നും പറഞ്ഞില്ല. കുറച്ചു സമയത്തിനു ശേഷം ഒരു ഉന്നതതല യോഗം ചേർന്നു. ഈ മീറ്റിംഗിൽ ചീഫ് ഓഫ് ഡിഫൻസ് സ്റ്റാഫിനൊപ്പം നിരവധി മുതിർന്ന സൈനിക ഇന്റലിജൻസ് ഉദ്യോഗസ്ഥരും പങ്കെടുത്തു. എയർ സ്ട്രൈക്ക് എന്ന ഓപ്ഷൻ യോഗത്തിൽ തള്ളിക്കളഞ്ഞു. കാരണം അതിലൂടെ ലാദൻ മരിച്ചുവെന്നതിന്റെ ഉറപ്പുള്ള തെളിവുകൾ ലഭിക്കില്ല. അയാൾ ഒരുപക്ഷെ മണ്ണിനടിയിലുള്ള ബങ്കറിൽ ഒളിച്ചിരിക്കാൻ സാധ്യതയുണ്ടായിരുന്നു. ഇപ്പോൾ ഒരു ഓപ്ഷൻ മാത്രമേ ബാക്കിയുണ്ടായിരുന്നുള്ളൂ: കമാൻഡോ റെയ്ഡ്. ഈ റെയ്ഡ് നടക്കേണ്ടത് പാകിസ്ഥാന്റെ മണ്ണിലായതുകൊണ്ട് തന്നെ അത് സ്വന്തം കമാൻഡോകളെ മരണക്കിണറ്റിലേക്ക് അയക്കുന്നതിന് തുല്യമാകുമായിരുന്നു. അപ്പോഴാണ് ഒബാമ മുറിയിലെ നിശബ്ദത ഭഞ്ജിച്ചുകൊണ്ട് ഇങ്ങനെ പറഞ്ഞത്: മാന്യരെ, നമ്മൾ ഈ അപകട സാധ്യത എടുക്കണം. ആവശ്യമെങ്കിൽ പാകിസ്ഥാൻ സൈന്യവുമായി ഏറ്റുമുട്ടാൻ പോലും തയ്യാറാകാൻ നമ്മുടെ കമാൻഡോകൾക്ക് വേണ്ടത്ര പിന്തുണ നൽകുക. പക്ഷേ എന്തു വില കൊടുത്തും എന്റെ കമാൻഡോകൾ സുരക്ഷിതമായി തിരിച്ചെത്തണം. ആ നിമിഷം മുതൽ അമേരിക്ക അതിന്റെ ചരിത്രത്തിലെ ഏറ്റവും ധീരമായ ഓപ്പറേഷനുള്ള ഒരുക്കങ്ങൾ ആരംഭിച്ചു. ഒപ്പം ലാദന്റെ മരണത്തിനുള്ള കൗണ്ട് ഡൌണും. ഈ ഓപ്പറേഷന് ഓപ്പറേഷൻ നെപ്റ്റ്യൂൺ സ്പിയർ എന്ന് പേരിട്ടു. ഉടൻ തന്നെ അമേരിക്കൻ നേവി സീൽ ടീം 6-ലെ 24 മികച്ച കമാൻഡോകളെ തിരഞ്ഞെടുത്തു. ലോകാവസാനം സംഭവിക്കുന്നതിന് തൊട്ടുമുമ്പ് ഉറക്കത്തിൽ നിന്ന് ഉണർത്തപ്പെടുന്ന സൂപ്പർ ഹീറോയെ പോലെയാണ് ഈ ടീം. കാരണം US-നു വേണ്ടി ഏറ്റവും രഹസ്യവും അപകടകരവുമായ ജോലികളാണ് ഇവർ ചെയ്യുന്നത്. ബന്ദികളെ രക്ഷപ്പെടുത്തുക, പ്രത്യേക ചാരപ്രവർത്തനങ്ങൾ നടത്തുക, USA-യുടെ ഏറ്റവും അപകടകാരികളായ ശത്രുക്കളെ ഇല്ലാതാക്കുക തുടങ്ങിയവയാണവ. കമാൻഡോകളെ തിരഞ്ഞെടുത്ത ശേഷം CIA-യുടെ ഇന്റലിജൻസിന്റെ അടിസ്ഥാനത്തിൽ ലാദന്റെ വീടിന് സമാനമായ ഒരു മാതൃക അമേരിക്കയിൽ തയ്യാറാക്കി. അതിൽ റെയ്ഡിനായുള്ള പരിശീലനം നൽകി. കുറച്ചു ദിവസത്തേക്ക് ഓപ്പറേഷന്റെ എല്ലാ കാര്യങ്ങളിലും പ്രവർത്തിച്ച ശേഷം അമേരിക്കയുടെ ഏറ്റവും വലിയ പ്രതികാരം ചെയ്യാൻ ഈ കമാൻഡോകൾ അഫ്ഗാനിസ്ഥാനിലേക്ക് തിരിച്ചു. 2011 മെയ് 2 രാത്രി ഏകദേശം 10 മണിക്ക് അഫ്ഗാനിസ്ഥാനിലെ ബഗ്രാം എയർബേസിൽ 24 നേവി സീൽസുകളുടെ മിഷൻ ബ്രീഫിംഗ് ആരംഭിച്ചു. അമേരിക്കയിലെ നിരവധി വീടുകൾ തകർത്തതിന് കാരണക്കാരനായ ഒസാമ ബിൻ ലാദനെ നരകത്തിലേക്ക് അയക്കുന്നതിനുള്ള മിഷൻ. ബ്രീഫിംഗ് അവസാനിച്ചയുടൻ ഈ നേവി സീൽസുകൾ ലോകത്തിലെ ഏറ്റവും മികച്ച ആയുധങ്ങളിൽ ചിലതെടുത്ത് തങ്ങളുടെ യുദ്ധോപകരണങ്ങൾ ധരിച്ച് മുന്നിൽ നിർത്തിയിരുന്ന 2 ബ്ലാക്ക് ഹോക്ക് ഹെലികോപ്റ്ററുകളിൽ ഓരോന്നായി കയറി. പാകിസ്ഥാന്റെ ഒരു റഡാറിനും സ്വപ്നത്തിൽ പോലും ഇവയെ കണ്ടെത്താൻ കഴിയാത്ത വിധം ഈ ഹെലികോപ്റ്ററുകൾ മിഷനു വേണ്ടി പ്രത്യേകം രൂപകൽപ്പന ചെയ്തതായിരുന്നു. രാത്രി 11 മണിക്ക് ബഗ്രാം എയർബേസിൽ നിന്ന് 2 ഹെലികോപ്റ്ററുകളും എബട്ടാബാദിലേക്ക്, അതായത് പാകിസ്ഥാനിലേക്ക് പറന്നുയർന്നു. ഏകദേശം 1 മണിക്കൂറിനു ശേഷം രാത്രി 12 മണിക്ക് കമാൻഡോകൾ പാകിസ്ഥാൻ വ്യോമാതിർത്തിയിൽ പ്രവേശിച്ചു. എബട്ടാബാദിൽ നിന്ന് വെറും 30 മിനിറ്റ് മാത്രം ദൂരത്തിലായിരുന്നു അവർ. രാത്രി 12:30-ന് മുന്നോട്ടു പോവുകയായിരുന്ന ഹെലികോപ്റ്റർ പൈലറ്റ് ഹെലികോപ്റ്ററിനെ നിലത്തോട് വളരെ അടുപ്പിച്ചു. ഹെലികോപ്റ്ററിന്റെ വാതിൽ തുറന്ന് കയറുപയോഗിച്ച് താഴെ ഇറങ്ങാൻ കമാൻഡോകൾ തയ്യാറായി. എല്ലാം ശരിയായിരുന്നെങ്കിൽ അവർ താഴെ ഇറങ്ങുമായിരുന്നു. പക്ഷേ എല്ലാം ശരിയായില്ല.
പെട്ടെന്ന് ഹെലികോപ്റ്റർ ശക്തിയായി കുലുങ്ങാൻ തുടങ്ങി. സൈറൻ മുഴങ്ങി. തുടർന്ന് ഒരു വലിയ കുലുക്കത്തോടെ ഹെലികോപ്റ്റർ നിലത്തേക്ക് വീണു. രണ്ടാമത്തെ ഹെലികോപ്റ്ററിലെ കമാൻഡോകൾക്ക് ഈ കാഴ്ച കുറച്ചകലെ നിന്ന് കാണാൻ കഴിഞ്ഞു. ഹെലികോപ്റ്റർ വീഴുന്നതിന്റെ ശബ്ദം വളരെ ഉച്ചത്തിലായിരുന്നു. ഓപ്പറേഷൻ പൂർണ്ണമായും വെളിപ്പെട്ടെന്ന് അവർക്ക് തോന്നി. എങ്കിലും ഒരു കമാൻഡോക്ക് പോലും പരിക്കേറ്റില്ല. അവർ ഹെലികോപ്റ്ററിൽ നിന്ന് ഓരോരുത്തരായി പുറത്തുവരാൻ തുടങ്ങി. രണ്ടാമത്തെ ഹെലികോപ്റ്റർ വീടിന് പുറത്തിറങ്ങി. കമാൻഡോകൾ കയറിന്റെ സഹായത്തോടെ 18 അടി ഉയരമുള്ള മതിൽ കയറി അകത്ത് പ്രവേശിച്ചു. 12:35 കമാൻഡോകൾ ഡെറ്റോണേറ്റർ ഉപയോഗിച്ച് 1-ാം നിലയിലെ വാതിൽ തകർത്തു. ഈ ഇരുട്ടിൽ അകത്തേക്ക് പ്രവേശിച്ചു. അവർ മുഴുവൻ നിലയിലും തിരച്ചിൽ നടത്താൻ തുടങ്ങി. അപ്പോഴാണ് പെട്ടെന്ന് പിന്നിൽ നിന്ന് വെടിശബ്ദം കേട്ടത്. ഒരു കമാൻഡോയുടെ കയ്യിൽ തട്ടി വെടി മുന്നോട്ടു പോയി. അടുത്ത വെടി വരുന്നതിന് മുമ്പ് തന്നെ കമാൻഡോകൾ തിരിഞ്ഞ് മുന്നിൽ നിന്നിരുന്ന അൽ കുവൈത്തിയെ വെടിവെച്ചിട്ടു. ഈ വെടിവെപ്പിൽ അൽ കുവൈത്തിയുടെ സഹോദരനും ഭാര്യയ്ക്കും വെടിയേറ്റു. എന്നാൽ നിർഭാഗ്യവശാൽ ഇവരാരും ലാദനായിരുന്നില്ല. 12:37 1-ാം നില ക്ലിയർ ചെയ്തതായി പറഞ്ഞുകൊണ്ട് കമാൻഡോകൾ 2-ാം നിലയിലേക്ക് നീങ്ങി. ഇപ്പോൾ അവർക്ക് സർപ്രൈസ് ഘടകം നഷ്ടപ്പെട്ടിരുന്നു. 2-ാം നിലയിൽ എത്ര പേർ ഏത് ആയുധങ്ങളുമായി ജാഗരൂകരായി ഉണ്ടാകുമെന്ന് അവർക്കറിയില്ലായിരുന്നു. കമാൻഡോകൾ പടികൾ കയറുമ്പോൾ അവരുടെ ജീവൻ അപകടത്തിലേക്ക് അടുക്കുകയായിരുന്നു. 2-ാം നിലയിൽ കാലെടുത്തു വച്ചയുടൻ ഏറ്റവും മുന്നിൽ നടക്കുകയായിരുന്ന കമാൻഡോകളുടെ മുന്നിൽ AK-47 പിടിച്ച് ദേഷ്യം കൊണ്ട് ചുവന്ന മുഖത്തോടെ ലാദന്റെ മകൻ നിന്നിരുന്നു. ലാദന്റെ അടുത്തേക്കെത്തണമെങ്കിൽ അവന്റെ നെഞ്ചിലൂടെ കടന്നുപോകേണ്ടി വരുമെന്ന് അവൻ പറയുന്നതുപോലെ തോന്നി. എന്നാൽ അതിലും അപകടകാരികളായിരുന്ന ഈ കമാൻഡോകൾ അവന്റെ ആഗ്രഹം നിറവേറ്റുന്നതിൽ ഒരു കുറവും വരുത്തിയില്ല. അവർ വെടിയുതിർത്തു. 11:39 കമാൻഡോകൾ 3-ാം നിലയിലേക്ക്, അതായത് ലാദന്റെ മുറിയിലേക്ക് പടികൾ കയറാൻ തുടങ്ങി. ഇത്രയധികം ശബ്ദം കേട്ട് ലാദൻ ഓടിപ്പോയിട്ടുണ്ടാകുമോ എന്ന ഭയം അവരുടെ മനസ്സിലുണ്ടായിരുന്നു. കാരണം ലാദൻ എപ്പോഴും അമേരിക്കയേക്കാൾ ഒരു പടി മുന്നിലായിരുന്നു. കമാൻഡോകൾ 3-ാം നിലയിലെത്തി. 10 വർഷത്തെ കഠിനാധ്വാനത്തിന്റെ ഫലം അവർ ആസൂത്രണം ചെയ്തതുപോലെ ആയിരുന്നില്ല. ലാദൻ ഒരു ആയുധവുമില്ലാതെ തന്റെ മുറിയിലെ ജനലിലൂടെ പുറത്തേക്ക് നോക്കുകയായിരുന്നു. അയാൾ എന്തെങ്കിലും ചെയ്യുന്നതിന് മുമ്പ് തന്നെ കമാൻഡോകൾ വെടിയുതിർത്തു. വെടിയുണ്ട ലാദന്റെ തോളിൽ തറച്ചു. അയാൾ മുറിക്കുള്ളിലേക്ക് വീണു. മിന്നൽ വേഗത്തിൽ കമാൻഡോകൾ മുറിക്കുള്ളിൽ പ്രവേശിച്ചു. പക്ഷേ ലോകത്തിന് വേദന നൽകിയ ലാദന് ഇന്ന് ഒളിക്കാൻ ഒരിടം പോലും കിട്ടുന്നില്ല. അവിടെയുണ്ടായിരുന്ന ഭാര്യമാരിൽ ഒരാളുടെ പിന്നിൽ അയാൾ ഒളിച്ചു. കമാൻഡോകൾ ഒന്നും ആലോചിക്കാതെ ആ സ്ത്രീയുടെ കാൽമുട്ടിൽ വെടിവെച്ചു. ആ സ്ത്രീ ഉടൻ താഴെ വീണു. ലാദൻ പ്രതികരിക്കുന്നതിന് മുമ്പ് തന്നെ ഒരു കമാൻഡോ ലാദന്റെ നെറ്റിയിലും പിന്നെ നെഞ്ചിലും വെടിവെച്ചു. ലാദനെ അവിടെ വെച്ച് തന്നെ വധിച്ചു. ആയിരക്കണക്കിന് കുടുംബങ്ങളെ കണ്ണീരിലാഴ്ത്തിയവൻ കണ്ണിമ ചിമ്മുന്ന വേഗത്തിൽ ഒരു ചാക്കരി പോലെ നിലത്തു വീണു. ഒട്ടും സമയം പാഴാക്കാതെ കമാൻഡോകൾ ലാദന്റെ ഫോട്ടോ എടുത്ത് CIA ഓപ്പറേഷൻ സെന്ററിലേക്ക് അയച്ചു. അവിടെ നിന്ന് മുഖം തിരിച്ചറിഞ്ഞതായി സ്ഥിരീകരിച്ചു. 12:55 കമാൻഡോകൾ ലാദന്റെ മൃതദേഹം താഴത്തെ നിലയിലേക്ക് കൊണ്ടുവന്നു. ലോകമെമ്പാടുമുള്ള ഭീകര വിവരങ്ങളുടെ കേന്ദ്രമായിരുന്ന ലാദന്റെ വീട്ടിൽ നിന്ന് ആവശ്യമുള്ള CD-കളും ഹാർഡ് ഡിസ്കുകളും ശേഖരിക്കാൻ തുടങ്ങി. 1:15 കമാൻഡോകൾ ലാദന്റെ മൃതദേഹത്തോടൊപ്പം എല്ലാ വിവരങ്ങളും പാക്ക് ചെയ്തു. ഹെലികോപ്റ്ററിൽ കയറി അഫ്ഗാനിസ്ഥാനിലേക്ക് തിരിച്ചു. ലാദൻ മരിച്ച ശേഷവും ഓപ്പറേഷൻ അവസാനിച്ചിരുന്നില്ല. കാരണം ഒരു ഹെലികോപ്റ്റർ തകർന്നിരുന്നു. അതുകൊണ്ട് ബാക്കിയുള്ള കമാൻഡോകൾക്ക് പുറത്തുകടക്കാനുള്ള സംവിധാനം ഒരുക്കിയിട്ടില്ലായിരുന്നു. സമയവും കുറവായിരുന്നു. കാരണം അപ്പോഴേക്കും ആളുകൾ വീടിന് പുറത്ത് കൂട്ടം കൂടാൻ തുടങ്ങിയിരുന്നു. ഏതു നിമിഷവും പാകിസ്ഥാൻ സൈന്യം എത്താനുള്ള സാധ്യതയും ഉണ്ടായിരുന്നു. 1:48 3 മിനിറ്റ് കാത്തിരിപ്പിന് ശേഷം ആകാശത്ത് ഇടിമുഴക്കം കേട്ടു. കമാൻഡോകൾ മുകളിലേക്ക് നോക്കിയപ്പോൾ ചിനൂക്ക് ഹെലികോപ്റ്ററുകൾ കണ്ടു. അത് ആ സമയത്ത് കമാൻഡോകൾക്ക് ഒരു മാലാഖയെ പോലെയായിരുന്നു. കമാൻഡോകൾ ഉടൻ തന്നെ ചിനൂക്കിൽ കയറാൻ തുടങ്ങി. പോകുന്നതിനു മുമ്പ് ഒരു പ്രധാനപ്പെട്ട ജോലി ചെയ്തു. തകർന്ന ഹെലികോപ്റ്റർ പൂർണ്ണമായും നശിപ്പിച്ചു. അങ്ങനെ പാകിസ്ഥാന് അതിൽ ഉപയോഗിച്ച സ്റ്റെൽത്ത് സാങ്കേതിക വിദ്യയുടെ റിവേഴ്സ് എഞ്ചിനീയറിംഗ് നടത്താൻ കഴിയില്ല. ഈ വാർത്ത അപ്പോഴേക്കും വൈറ്റ് ഹൌസിലും എത്തിയിരുന്നു. 10 വർഷത്തെ തപസ്സിനു ശേഷം ഇന്ന് അമേരിക്കയ്ക്ക് തങ്ങളുടെ നിഷ്കളങ്കരായ ആളുകൾക്ക് നീതി നേടിക്കൊടുക്കാൻ കഴിഞ്ഞിരുന്നു. 2:53 കമാൻഡോകൾ അഫ്ഗാനിസ്ഥാനിലെ ബെഗ്രാം എയർബേസിലെത്തി. അവിടെ ആദ്യം ലാദന്റെ DNA സാമ്പിളുകൾ എടുത്ത് CIAക്ക് അയച്ചു. CIA DNA സാമ്പിളുകളുടെ റിപ്പോർട്ട് ഒബാമയെ കാണിച്ചു. ലാദൻ മരിച്ചുവെന്ന് 100% ഉറപ്പായി. രാവിലെ 8:35 പ്രസിഡന്റ് ഒബാമ ഔദ്യോഗിക പ്രസംഗത്തിൽ
ലോകത്തിന് ഈ സന്തോഷവാർത്ത നൽകി. നിരപരാധികളുടെ കൊലയാളിയും അമേരിക്കയുടെ വലിയ ശത്രുവുമായ ഒസാമ ബിൻ ലാദന് അയാളുടെ പാപങ്ങൾക്കുള്ള ശിക്ഷ നൽകിയിരിക്കുന്നു. Tonight, I can report to the American people and to the world that the United States has conducted an operation that killed Osama bin Laden, the leader of Al-Qaeda. ഓപ്പറേഷൻ വിജയകരമായി പൂർത്തിയായി. പക്ഷേ ലാദന്റെ മൃതദേഹം എന്തു ചെയ്യും എന്നതായിരുന്നു അടുത്ത പ്രശ്നം. ഒരു രാജ്യവും ലോകത്തിനു മുന്നിൽ ഭീകരരാജ്യമായി സ്വന്തം പ്രതിച്ഛായ കാണിക്കാൻ ആഗ്രഹിച്ചില്ല. അതുകൊണ്ട് ലാദന്റെ മൃതദേഹം ഏറ്റെടുക്കാൻ എല്ലാവരും വിസമ്മതിച്ചു. ഒരുപാട് ആലോചനകൾക്ക് ശേഷം ലാദന് ഇസ്ലാമിക ആചാരങ്ങളോടെ ആഴക്കടൽ സംസ്കാരം നൽകാൻ USA തീരുമാനിച്ചു. 24 മണിക്കൂറിനുള്ളിൽ ഒരു വെള്ളത്തുണിയിൽ പൊതിഞ്ഞ് ലാദന്റെ മൃതദേഹം അന്താരാഷ്ട്ര ജലത്തിൽ ഉപേക്ഷിച്ചു. ലാദന്റെ മരണം അൽ-ഖ്വയ്ദയുടെ സാമ്പത്തിക സ്രോതസ്സുകൾ തകർക്കുകയും തീവ്രവാദികൾക്കിടയിൽ മാനസികമായ തകർച്ച ഉണ്ടാക്കുകയും ചെയ്തു. ലാദനെ ഇല്ലാതാക്കിയെങ്കിലും ആഴക്കടലിൽ അവശേഷിപ്പിച്ച ആ ഭൗതികദേഹം ലോകത്തിന് നൽകിയത് തീവ്രവാദത്തെ ലോകം എങ്ങനെയാണ് നേരിടാൻ പോകുന്നത് എന്നതിനെക്കുറിച്ചുള്ള വ്യക്തമായ സന്ദേശമാണ്. വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. വീണ്ടും കാണാം.